സൂപ്പർ ലീഗ് കേരളയുടെ സൂപ്പർ ടോക്സ് ഇന്ന് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ചേകവന്മാരുടെയും പടത്തലവന്മാരുടെയും സ്വന്തം നാടായ കണ്ണൂരിൻ്റെ കണ്ണൂർ വാരിയർ ടീമിനോടൊപ്പമാണ് സുഹൃത്തുക്കളെ. ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ അവരുടെ കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓണപരിപാടിയും ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ടീം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഗൈസ്. പക്ഷേ അതിനു മുന്നേ നമുക്ക് വളരെ റെയറായിട്ട് കിട്ടുന്ന ചാൻസാണ്. ടീമിൻ്റെ തന്നെ ഓണേഴ്സിൽ രണ്ടുപേരും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് അവർ ഫുട്ബോൾ എന്ന ഈ മഹാസാഗരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം, കണ്ണൂരിൻ്റെ ആ ഒരു താക്കോൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എടുക്കാൻ കാരണം? നമസ്കാരം. എന്താ പേര് രണ്ടുപേരുടെ? എന്താ? ഡോക്ടർ അജിത്. നമസ്കാരം. രണ്ടുപേരും അപ്പൊ പാർട്ട് ഓണേഴ്സ് ആണ് കണ്ണൂരിന്റെ. എന്തായാലും രണ്ടുപേരും ഹാപ്പി ആണോ ഇപ്പൊ കണ്ണൂർ ടീം എടുത്തതില്? 2 മാച്ചസ് കഴിഞ്ഞു, ഒരെണ്ണം ഡ്രോയും ഒരെണ്ണം നമ്മൾ ജയിക്കുകയും ചെയ്തു അല്ലേ? ആദ്യത്തെ മാച്ച് ജയിച്ചു, രണ്ടാമത്തെ ഡ്രോ. ഇനി 21-ാം തീയതി ട്രിവാൻഡ്രം ആയിട്ടുണ്ട്. ആദ്യത്തെ മാച്ച് മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു. അതെ, തൃശ്ശൂർ മാജിക് ഫ്രെയിംസും കണ്ണൂരും നല്ല മാച്ചായിരുന്നു. അതെ, കണ്ണൂർ ജയിച്ചു. ഇന്നലെ രണ്ടാമത്തെ മാച്ച് ഫോർസ കൊച്ചിയായിട്ട് ഡ്രോ ആയിരുന്നു. ടീം നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. നിങ്ങൾ ഉദ്ദേശിച്ചാണ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഷോർട്ട് ടൈമിൽ ലീഗ് ഇത്രയും ഡെവലപ്പ് ചെയ്യുന്ന പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ISL ഒരു പേടിയായി. ശരിക്കും ഇത് പേടിന്നല്ല, മീൻസ് അവരുടെ ആ ഒരു പെട്ടെന്നൊരു വ്യൂവർഷിപ്പ് ഒരു കോമ്പറ്റീഷൻ വരുന്ന എപ്പോഴും നല്ലതാണ്. കാരണം എല്ലാവർക്കും ഓവറോൾ ഒരു ഗ്രോത്ത് വരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്തായാലും നല്ലൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് നിങ്ങളുടെ മൊത്തം ടീം എടുത്തേക്കുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ അപ്കമിങ് മാച്ചസ്. ബാക്കി ടീമുമായിട്ട് ഞാനൊന്ന് ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, സെയിം ടു യു. ഹാപ്പി ഓണം. യെസ്, സ്റ്റാർട്ട്. ഫോറിനേഴ്സിന് എങ്ങനെ കസേരകൾ പഠിപ്പിച്ചു കൊടുക്കാം. നോ സ്റ്റാൻഡ് അപ്പ്. ഇതെങ്ങനെ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ഇതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഫോറിനേഴ്സും മലയാളി പ്ലേയേഴ്സും കൂടെ ഓണത്തിൽ ബോണ്ട് ചെയ്യുന്നതാണ് പ്രത്യേക ഒരു രസമുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ലടാ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്ന പ്രശ്നം? എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ നടന്നേ? ഒരു പൊട്ടിത്തെറിയും ബഹളവും കേട്ടല്ലോ. കസേര കളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്റെ പൊന്നു, ഇത്രയും ടഫായിട്ടുള്ളൊരു കസേര കളി എൻ്റെ കരിയർ ഞാൻ നടത്തിയിട്ടില്ല കേസ്. അതില് സ്പെയിനിൽ നിന്ന് വന്ന പ്ലേയേഴ്സിൻ്റെ അടുത്തൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? തിരിച്ച് നടക്കല്ലേ അങ്ങോട്ട് പോകുന്നത്. എന്തായാലും ഒരു കാര്യം 100% ഉറപ്പാണ്, കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്. അത് കാരണം ഈ റൂമിലൊരു വലിയ പൊട്ടിത്തെറി തന്നെ നടന്നതിന് ഇതേ സ്പിരിറ്റ് തന്നെയാണ് ഇവര് കളിക്കളത്തിലും കാണിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സദ്യ ഉണ്ട്, ആൾക്കാർ പോയി എന്തൊക്കെ. ഇറ്റ്സ് ഗോണ ബി എ ബിസി എപ്പിസോഡ് ഗൈസ്. കം ഓൺ. സദ്യയും കാര്യങ്ങളൂടെ തുടങ്ങി. എനിക്ക് വിശക്കുന്നു, കഴിച്ചാൽ കൊള്ളാൻ നല്ല ആഗ്രഹം. എന്തായാലും പ്ലേയേഴ്സിനെ ആദ്യം നോക്കാം. യു ലൈക്ക് കേരള ഫുഡ്? I can see from your plate that you are really enjoying the meal. How are you liking the Kerala culture and all?
It's really interesting. Like every day, learn new things, and that's actually the essence of coming here. So I like it so much. We have a lot of under 23 players here. Yeah. And are they mingling well? Are they playing well? Yeah. They have so much talent, because it's not easy to see someone that young have so much talent. And what I'm saying from everyday's training and what they show in the game. And how about all the team matches here? Are you confident that our team can win? Yeah, of course, if we continue to compete like this, or we can even give more, because actually we have to give more. I think we're going to reach right at the final. And how are the facilities that we have provided for you here? Is it okay? You have anything that you want to improve? No, the facilities are good. We are in a good hotel. We eat good food. The services are good, so we are all set for the competition. All that is left for us is to win the matches, right? Yeah, of So enjoy your food. Have payasam. It's good, right? Please enjoy your meal. Do you enjoy eating with your hands? Yeah, it's a new experience for me. It's No- difficult, but it's good. It's good. Yeah. We say that digestion begins from the hand. Yeah. It starts from the hand, like mixing and then mixing again and then the ingesting. How's your experience in Kerala? Very good experience for us or for all of us. And I love the food and I love this region of India. I've never been here, but it's my first time in India. First time in India, India. and it's very good for me. How's the hospitality here? Are you merging and bonding good with the team? Yeah. It's really people is very close to us, and I'm very happy here. And how about the matches? We have 2 so far, right? Yeah. We have finished 2 so far. 1 we won and 1 tie. Yeah. And what are your predictions for the upcoming matches? I think we can win all the matches, so we are preparing so good for the next match. You are confident, right? Yeah. Okay. And how's the coach and how are the Indian players that you are playing with? Are they all? Yeah, I think we are very similar. There are a lot of difference between us because of the culture, but in the ground we are a family, and I think it's really good. What's the main difference you notice from back home, like, and here? What's the difference you notice in the football culture? Maybe the weather, because here is very hot. Some Humid. day, humidity, and but it's good. It's different, but it's a good experience for us. Okay, please enjoy your meal. Okay. ചേട്ടാ കുറച്ച് ചോറിട്ടെ വേണ്ട ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന് ഇത്തിരി തൈര് ഒഴിച്ചെന്ന് എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന് എവിടുന്ന് വന്നുണ്ട് ഈ പന്നി ഡോ അല്ലേ കുറച്ച് ചോറിട് തൈര് കൂട്ടി കഴിക്കാം എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെ എന്ന് ചോദിച്ചതല്ലേ ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നുമില്ലല്ലോ എന്താ എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെ ചോറ് എനിക്കിനി ചോറ് വേണ്ട അതെന്താടാ നിനക്ക് ചോറ് വേണ്ടാത്തെ നീ ഉണ്ണടാ മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് നിന്നെ ഞാൻ വിടുള്ള പന്നി കൊച്ചിൻ അനീഫയുടെ ഡയലോഗ് അവര് സ്പാനിഷിൽ എടുത്തു സുഹൃത്തുക്കളെ. ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത്? ഓ, സദ്യ കഴിഞ്ഞൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഗൈസ് ഇവരുടെ കോച്ചിനെ നമുക്കൊന്ന് കിട്ടിയത്. മാനുവൽ സാഞ്ചസ് മോറിയാസ്. പുള്ളിക്കാരൻ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് പുള്ളിക്കാരനോട് സംസാരിച്ച് നോക്കാം. ഹലോ കോച്ച്, നൈസ് ടു മീറ്റ് യു. Nice to meet you. Hello. ഹൗ ആർ യു? Fine. At the moment, very good. I'm happy. I'm happy to stay here. How was the Onam celebrations? You were actively participating in the chair game. It's very good. Another new experience for me, and very happy. It's an honor to be part of this amazing club and take the possibility to have the possibility to enjoy this special day for all the Kerala people. Okay. Very happy about this. So, coach, this is your first time ever coaching an Indian Yes. team, right? Yes, it's the first time in First India. time in India. I never been in this amazing country. I could check a special country, a big country with a very good people. So it's an honor to be here also, and I'm very happy to stay in this country. Coach, can I ask you something? How do you pitch the
players here and back home? Like, what's the main differences that you saw back in Spain and here? Okay, there are two different countries, so different countries, so it means different people and different players. It's difficult to compare countries, players, but I think maybe in Spain it's a long trip, a long journey. It's, a lot of years before people in the street play football, and I think here in India the country are in a very good moment in playing football with a lot of people playing, enjoying the game, and so with the pass of the time, every year I think the level go improve. But in this time, I could check the passion for the game of the young people, the youngest players. So I think it's a very good moment for the Indian football. പരിപാടികളുടെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര അഭിമാനകരമായ ഒരു ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഗൈസ്. അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കണ്ണൂർ വാറിയേഴ്സിൻ്റെ അണ്ടർ 23 എല്ലാ പിള്ളേരുണ്ട്. എല്ലാവരും ഹായ് കൊടുത്തേടാ. ഹായ്. സത്യം പറയട്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി പറയും. നിങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സെൽഫ് ഇൻട്രൊഡ്യൂസ്. പേരെന്താടാ? എൻ്റെ പേര് റിഷാദ്, സ്ഥലം മലപ്പുറം പൊന്നാനിയാണ്. ഇപ്പോൾ കണ്ണൂർ വാരിയേഴ്സിന് കളിക്കുന്നത്. അടിപൊളി. നിന്റെ? ഞാൻ വയനാട്ടിൽ നിന്നാണ്. എൻ്റെ പേര് നജീബ്, ഇവിടെ മിഡ്ഫീൽഡറാണ്. ഇപ്പോൾ കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി കളിക്കുന്നത്. അടിപൊളി. എൻ്റെ പേര് ലിയാഖത്ത് അലി ഖാൻ, ഞാൻ മലപ്പുറമാണ്. കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി കളിക്കുന്നത്. ഏത് പൊസിഷനിലാ? ഞാൻ കീപ്പറാണ്. കീപ്പറാണ്. പൊളിച്ച്. സ്കൂളിൽ ഞാനും കുറച്ചുകൾ കീപ്പറായിരുന്നു. എൻ്റെ പേര് അബിൻ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാനിവിടെ കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി കളിക്കുന്നത്. റൈറ്റ് ബാക്കാണ്. അടിപൊളി. എൻ്റെ പേര് ഗോകുൽ GS, എൻ്റെ വീട് എറണാകുളത്താണ്. റൈറ്റ് ബാക്കാണ് കണ്ണൂർ വാരിയേഴ്സിന്. പേര് അജയ്, ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. വിങ്ങർ മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നു. എൻ്റെ പേര് അശ്വിൻ, ഞാൻ കണ്ണൂരുകാരനാണ്. കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നു. കണ്ണൂരിൽ നിന്ന് വന്നിട്ട് കണ്ണൂരിന് തന്നെ കളിക്കുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നടാ? നല്ലൊരു മൊമെൻ്റാണ് കണ്ണൂരത്തെ ടീമിന് വേണ്ടി തന്നെ കളിക്കുക എന്നുള്ളത്. അത് ഇപ്പം അച്ചീവ് ചെയ്തു. വീട്ടുകാരൊക്കെ എന്ത് പറയുന്നു? വീട്ടുകാരെല്ലാം ഹാപ്പിയാണോ? ഇങ്ങനെ വീട്ടുകാരെല്ലാം ഹാപ്പി തന്നെ. നാട്ടുകാരായാലും ഫ്രണ്ട്സായാലും എല്ലാവരും സപ്പോർട്ടാണ്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെടാ. ഇപ്പോൾ സൂപ്പർ ലീഗ് തുടങ്ങി. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് ഓഫേഴ്സും ഓപ്പർച്യൂണിറ്റിയൊക്കെ കൂടുതൽ കിട്ടുകയല്ലേ? അപ്പോൾ എന്താണ് മൊത്തത്തിൽ സൂപ്പർ ലീഗിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം? സൂപ്പർ ലീഗിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം തന്നെയാണ്. കാരണം എല്ലാ പ്ലേയേഴ്സിനും കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കേരളത്തിലായാലും പുറത്തായാലും എല്ലാ പ്ലേയേഴ്സിനും ഇവിടെ കോച്ച് ചെയ്യാനും, ഫോറിൻ കോച്ചായാലും പ്ലേയേഴ്സ് ആയാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മൊത്തത്തിൽ അടിപൊളിയാണ്. മൊത്തത്തിൽ അടിപൊളിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വന്ന് കണ്ണൂരിന് വേണ്ടി കളിക്കുകയല്ലേ? എങ്ങനെ ഉണ്ടടാ? അടിപൊളിയാണ്. നല്ല എല്ലാവരും കണ്ണൂരുകാർ നല്ല നാട്ടുകാരാണ്. നല്ല സപ്പോർട്ടുണ്ട്. കളി കാണാനൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടീം മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കൂടെയാണ് ഇപ്പോൾ കളിക്കുന്നത്. കോച്ച് പുറത്തുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? അതോ കഷ്ടപ്പാടാണോ? അതോ എൻജോയ് ചെയ്യുന്നുണ്ടോ? എല്ലാവരും നല്ല എൻജോയ്മെൻ്റ് ആണ്. നല്ല ഫണ്ണി മൊമെൻറ്റ്സ് ആണ്. എല്ലാവരും നല്ല ഹെൽപ്പിങ് മെൻറ്റാലിറ്റിയാണ് എല്ലാവർക്കും. അങ്ങനെ ഫോറിൻ പ്ലേയേഴ്സ് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരു ഫാമിലി പോലെ ഒന്നിച്ചാണ് പോകുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, പുറത്തുനിന്നുള്ള പ്ലേയേഴ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും പുറത്തുനിന്നുള്ള കോച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും അതെങ്ങനെയുണ്ട്? അത് നല്ല രീതിയിൽ ആണോ നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത്? അതോ അത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണോ ഇവരുടെ ട്രെയിനിങ് റെജിമെൻ്റൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക്? ഇല്ല, ഫസ്റ്റിൽ ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ അത് ഭയങ്കര നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പുറത്തുനിന്നുള്ളൊരു കോച്ചും ഫോറിനേഴ്സ് ആയാലും സ്പാനിഷാണ്. സ്പാനിഷാണ്. ഓൾമോസ്റ്റ് പ്ലേയേഴ്സും സ്പാനിഷ് ഉണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. നമ്മൾ ഡെവലപ്മെൻറ്റ് പ്ലേയേഴ്സ് ആയാലും നല്ല എക്സ്പീരിയൻസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഒരു ISL പോലൊക്കെ ഒരു ടൂർണമെൻറ്റ് കേരളത്തിന് മാത്രം ഉണ്ടാവുമെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും. അത് പിന്നെ പോരാത്തിന് ഡെവലപ്മെൻറ്റ് പ്ലേയേഴ്സ് ആകുമ്പോൾ അവർക്കും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മാച്ചസ് കളിക്കാൻ പറ്റും.
നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മൊത്തത്തിൽ അടിപൊളിയാണ്. മൊത്തത്തിലെ കാര്യങ്ങളെല്ലാം കളർഫുൾ ആയി പൊക്കോണ്ടിരിക്കുകയാണ്. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എത്ര നാളായി നിങ്ങൾ ഒന്നിച്ചൊരു ടീമായി ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോ ഒരു 4 ആഴ്ചയോളം ഒന്നിച്ച് ഉള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഞങ്ങളത് തോന്നുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പ്രാക്ടീസ് കുറച്ചൊരു നേരത്തെ തുടങ്ങിയത് തോന്നുന്നു. ടൈം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ ഈ ഇത്ര ദിവസം കൊണ്ട് പുതിയ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? പുതിയ വെച്ച് കഴിഞ്ഞാൽ അവരാ ലെവലിലൊന്നും ഇങ്ങനെ നമുക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റും കളിക്കുമ്പോൾ. അത് തന്നെയാണ് ഫസ്റ്റ് വന്നപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഓരോ മാച്ചും പ്രാക്ടീസും എല്ലാം കഴിഞ്ഞപ്പോൾ അവരിപ്പം കൂടുതൽ കളിക്കാനും ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്, ഫൈറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്ലേയേഴ്സും ഫോറിൻ പ്ലേയേഴ്സും തമ്മിൽ എൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് എന്തെങ്കിലും വ്യത്യാസം നോട്ടീസ് ചെയ്തായിരുന്നു നിങ്ങൾ? അവർ കുറച്ചുകൂടി ടെക്നിക്കലി കുറച്ചുകൂടിയും എബിലിറ്റി കൂടുതലുണ്ടാവും. ആ കളിച്ചാരെ എക്സ്പീരിയൻസും അത് കൂടുതൽ തന്നെയായിരിക്കും. ആ ലീഗും നമ്മളെ നാട്ടിലുള്ള ലീഗും വ്യത്യാസമുള്ളതും കൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടാവും. അതെന്നാലും നമുക്ക് പെട്ടെന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലേ? നമുക്ക് അവരൊപ്പം പ്രാക്ടീസ് ചെയ്യും കളിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അവരൊപ്പം കീപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ദൂരത്ത് ഒറ്റയ്ക്കിരിക്കുന്നു അവരോട് ചോദിക്കാൻ തോന്നുന്നു. ഏറ്റവും ടഫായിട്ട് തോന്നി എന്താ സൂപ്പർ ലീഗ് കേരളയിലോട്ട് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണോ അതോ വരാൻ പോകുന്ന മാച്ചസ് ആണോ? എന്താ എന്തിനെക്കുറിച്ച് ഓർത്തിട്ടാ ടെൻഷൻ ഉള്ളത്? ഇല്ല, അങ്ങനെ ടെൻഷനൊന്നുമില്ല. ടെൻഷൻ ഈ സംസാരിക്കുന്നതിനെ കുറിച്ച് ഓർത്തിട്ടാണോ? ആണോ? എത്ര പ്രായമുണ്ട്? 17 വയസ്സാണ് എനിക്ക്. അടിപൊളി. അപ്പോൾ 17 വയസ്സിൽ ഇത്രയും സീനിയേഴ്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ എന്താ തോന്നുന്നത്? നല്ല എക്സ്പീരിയൻസ് ആണ്. യൂറോപ്യൻ പ്ലേയേഴ്സ് ഒക്കെ ആകുമ്പോൾ അവരെ കൂടെ കളിക്കാന്നുള്ളത് ഈ ഡെവലപ്മെൻറ്റ് പ്ലേയേഴ്സിന് എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഈ KSL എന്ന് പറയണത് ഓക്കെ അടിപൊളിയാണ്. അപ്പോൾ 17-ാമത്തെ വയസ്സിൽ സൂപ്പർ ലീഗ് കേരളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളിൽ ഒന്നിനു വേണ്ടി കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് യൂസ് ചെയ്ത് നമ്മുടെ കരിയർ വളർത്തിക്കൊണ്ട് വരിക. അതാണ് സൂപ്പർ ലീഗിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ യങ് ജനറേഷനെ ഒരു ഇൻ്റർനാഷണൽ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടോയിലൊന്ന്. അപ്പോൾ ഇതൊരു പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്ത് കളിക്കുക. ഫേവറേറ്റ് പ്ലെയർ ആരാ? മെസ്സി. അടിപൊളി. നിങ്ങൾ ഏതാരാടാ ഫേവറേറ്റ് പ്ലെയർ? റൊണാൾഡോ. സോ ഇത് രണ്ടും അല്ലാതെ അലിസൺ ബക്കർ. അടിപൊളി. റൊണാൾഡോ. നെയ്മറിന്റെ ആളാണ്. ഓ സെർജിയോ റാമോസ്. അടിപൊളി. രണ്ട് വ്യത്യസ്തമായ ആൻസറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സീസൺ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. പോവുക, കളിയെല്ലാം ജയിച്ച് കപ്പും കൊണ്ടുവരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.